കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യവകുപ്പ് ഉച്ചയ്ക്ക് 2:30-ക്ക് ഓൺലൈനായി യോഗം ചേരും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തും. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഐശ്വര്യ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡുമായി ബന്ധപ്പെട്ട ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 200-ന് മുകളിൽ കേസുകളായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ? സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ കുറവുണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 227 അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാജ്യത്താകെ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 288 അതിൽ 227 പേരും സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ആകെ നിലവിൽ 1749 ആക്ടീവ് കേസുകളുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. ഈ കോവിഡ് ലക്ഷണങ്ങളോടെ എത്തുന്ന എല്ലാവരും തന്നെ പരിശോധന നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ജനിതക വ്യതിയാനം പരിശോധിക്കാൻ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് ഈ കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ പോലും കൃത്യമായ പരിശോധന, അതായത് കഴിഞ്ഞ അവധി ദിവസങ്ങളായതുകൊണ്ടാണ് ഈ കോവിഡ് കേസുകൾ അല്ലെങ്കിൽ പരിശോധനകൾ കുറവുണ്ടായത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കോവിഡ് കേസുകൾ സാധാരണ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷ നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസത്തെ കണക്ക് കുറവാണ്. അത് എന്തായാലും പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിരവധി പേർ പനി ബാധിച്ചെത്തുന്നുണ്ടെങ്കിൽ പോലും അവർ കോവിഡ് പരിശോധന നടത്തുന്നത് കുറവാണ്. അതുകൊണ്ട് കൃത്യമായ കണക്കറിയാൻ സാധിക്കുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഈ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30-ന് ഓൺലൈനായിരിക്കും യോഗം ചേരുക. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം അല്ലെങ്കിൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യം വിലയിരുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഒപ്പം ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ ഈ കോവിഡ് സാഹചര്യം കൃത്യമായി വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു.